ഇതിൻ്റെ ഒരു പീസ് ഒരു ദിവസം കഴിച്ചാൽ മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ബാറാണിത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. കുറേ ഏറെയായിട്ട് ഉണ്ടാക്കി വെച്ച് ഓരോ ദിവസം ഓരോ പീസായിട്ട് കഴിക്കാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഏറെ ചേർത്തുകൊണ്ട് കുട്ടികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ചേർത്തുകൊണ്ട് ചെയ്തെടുക്കാവുന്ന ഈസി റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ വലിയ ജാർ എടുക്കുക. 1 കപ്പ് ഫുള്ളായിട്ട് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പോളം ചേർക്കാവുന്നതാണ്. ഇനി നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. എത്ര അരയ്ക്കാൻ പറ്റുമോ അത്ര അരയ്ക്കുക. വലിയ ജാർ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരളവിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം. ഏതാണോ കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട്, കാഷ്നട്ട്, ബദാം, കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 സെക്കൻഡ് നേരത്തോളം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബദാം ഒന്ന് കയ്യിലെടുത്ത് നോക്കുക. ചൂടായിട്ടുണ്ടോ നോക്കിയാൽ മതി. നല്ല പൊള്ളുന്ന ചൂടൊന്നും വേണ്ട. ഇതിലിപ്പോൾ നിലക്കടല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ടെന്ന് വെക്കാം. ഏതാണോ ഇഷ്ടം അത് കൂടുതലായിട്ട് ചേർക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലുള്ള മോൾഡ് സിലിക്കോണിൻ്റെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ വെച്ച് ആ ഷേപ്പിലുണ്ടാക്കിയിട്ട് കൂടുതൽ അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നട്ട്സ് എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പംകിൻ സീഡ് ഇട്ടിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ സീഡ് കൂടി ഇട്ടിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ആ കടായിയുടെ ചൂട് മാത്രം മതി. നല്ലവണ്ണം ഇളക്കിയിട്ട് ഈ ചൂട് നാറാൻ വേണ്ടി അതേ പാത്രത്തിലോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായി തന്നെ വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം. പാനൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കൂട്ടി വെക്കേണ്ട, കുറച്ച് എണ്ണ വെച്ചാൽ മതി. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ചൂടാകുമ്പോഴത്തേന് ഈന്തപ്പഴം ഒന്ന് ലൂസാകും. നല്ലവണ്ണം ഒന്ന് ലൂസായി വരാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. ഇതിപ്പം കണ്ടില്ലേ, കുറച്ചുകൂടിയൊക്കെ ലൂസായി വന്നിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം മിക്സായി കിട്ടും നട്ട്സ് എല്ലാം. ചില കുട്ടികൾക്കൊക്കെ നിലക്കടലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. വലിയവർക്കായാലും ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം ചേർക്കുകയും വേണം, എന്നാൽ ടേസ്റ്റ് അറിയുകയും ചെയ്യരുതെന്നുണ്ടെങ്കിൽ ഒരല്പം എസൻസ് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ വാനില എസൻസ് അല്പം ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ആയാലും ഒഴിച്ചാൽ മതി. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണേ. നല്ലവണ്ണം ആ ഡേറ്റ്സ് ഒന്ന് ലൂസായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിൽ നട്ട്സ് ചേർക്കാം. മിക്സിയുടെ വലിയ ജാറിനകത്തിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി പൊടിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവുമേ. പിന്നെ നിങ്ങൾ ഈന്തപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്കായിട്ടുള്ള ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. ഈ സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്ത് വേണേലും ചേർക്കാവുന്നതാണ്. റേസിൻസ് ചേർക്കാം, ബെറീസ് ചേർക്കാം, അത്തിപ്പഴം ചേർക്കാം. എന്ത് വേണേലും നിങ്ങൾക്ക് ഈ സമയത്ത് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് ഇടാം. ഇതിനിപ്പോൾ ഒരല്പം ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണേ. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മോൾഡിനകത്തോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ, നമ്മൾ ഈ കപ്പലണ്ടി മുട്ടായൊക്കെ കിട്ടില്ലേ, ആ ഒരു ഷേപ്പിലോ സ്ക്വയറായിട്ടോ ലഡുവായിട്ടോ എങ്ങനെ വേണേലും ഉരുട്ടാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ള എള്ളം അങ്ങോട്ട് നിരത്തിയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് റോൾ ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണം ചോക്ലേറ്റ് ചിപ്സ് ഇതിനകത്ത് ചേർക്കാം. കുട്ടികൾക്ക് എള്ള് നല്ലവണ്ണം പൊതിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എള്ള് നിരത്തി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ചെറു ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിൽ കൂടെ റോൾ ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് ഷേപ്പാണോ ചെയ്യുന്നത് ആ ഷേപ്പ് ഈ ചെറു ചൂടോടുകൂടി ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും. മോൾഡിനകത്താണെങ്കിൽ അങ്ങനെ, ലഡു ഷേപ്പിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ലഡു പോലെ ചെയ്തെടുക്കുമ്പോൾ കൈയൊക്കെ വെള്ളം ഒട്ടുമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കണം. ഞാനിപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആറിയതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും.
ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ പീസാക്കിയിട്ട് മുക്കിയെടുത്താൽ മതി കുട്ടികൾക്ക് വേണ്ടി. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കമൻറ്റ് തരാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ടിക്കാക്കിയിട്ടാൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.